إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد. നാം നമ്മുടെ ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം സമ്പന്നമാക്കണം. പലരും പറയാറുള്ളതുപോലെ രാവിലെയാകുന്നു വൈകുന്നേരമാകുന്നു എന്ന രൂപത്തിൽ ഒരു യാന്ത്രിക ജീവിതം നയിച്ചാൽ നാം നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ അതിനൊക്കെ മറുപടി പറയേണ്ടി വരും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയൊരു ഉപദേശം നോക്കൂ നിങ്ങൾ. നിഅ്മതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. ജനങ്ങളിലധിക പേരും രണ്ട് അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ വഞ്ചിതരായിരിക്കുകയാണ്. അസ്ഹത്തു വൽ ഫറാഖ്, അത് ആരോഗ്യവും അതുപോലെ ഒഴിവു സമയവുമാകുന്നു. നമുക്ക് ലഭിക്കുന്ന ഓരോ ഒഴിവു സമയവും നാം അല്ലാഹുവിന്റെ മാർഗത്തിൽ അല്ലാഹു തൃപ്തിപ്പെട്ട കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് സമ്പന്നമാക്കണം. പുതിയ പുതിയ ഓരോരു ദിവസം കടന്നു വരുമ്പോൾ നാം വിചിന്തനം നടത്തണം. നാം എത്ര ഖുർആനുമായി അടുത്തിരിക്കുന്നു, ഖുർആനിന്റെ എത്ര ആയത്തുകൾ നാം പുതുതായി പഠിച്ചു. അങ്ങനെയുള്ള ഒരുപാട് സൽക്കർമ്മങ്ങൾ നാം നിരന്തരം അനുഷ്ഠിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ പരിശ്രമിക്കണം. രോഗിയെ സന്ദർശിക്കണം, അതുപോലെ കുടുംബ ബന്ധം ചേർക്കുകയും കുടുംബ സന്ദർശനം നടത്തുകയും ചെയ്യണം. അഗതികൾക്കും അനാഥകർക്കും സാമ്പത്തികമായ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കണം. ഇങ്ങനെയുള്ള സാമൂഹിക കടമകളും കുടുംബത്തിലുള്ള കടമകളും സ്വദേഹത്തോടുള്ള കടമകളും പാലിച്ചുകൊണ്ട് ഒരു നല്ലൊരു ഉത്തമ വ്യക്തിയായി വ്യത്യസ്ത കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയായി മാറാനാണ് അല്ലാഹുവിന്റെ റസൂൽ ഈ ഹദീസിൽ കൂടി നമുക്ക് നൽകുന്ന പാഠം. നമ്മുടെ ഓരോ ഒഴിവു സമയവും അതുപോലെ നമ്മുടെ ആരോഗ്യവും അല്ലാഹുവിന്റെ മാർഗത്തിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് സമ്പന്നമാക്കണം എന്നുള്ളൊരു ഉപദേശമാണ് നമുക്കിതിൽ കൂടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി.